സുനിത വില്യംസിന് പ്രത്യേകിച്ച് ആമുഖം ആവശ്യമില്ല അല്ലേ? അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ്. അതേപോലെ തന്നെ സാഹസികനായ വൈമാനികനും ബഹിരാകാശ യാത്രികനുമാണ് ബുച്ച് വിൽമോർ. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇരുവരും ജൂൺ 5 മുതൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് ബാരി യൂജിൻ ബുച്ച് വിൽമോർ. നാവികസേനയിലെ ധീരനായ പൈലറ്റിൽ നിന്നും നാസയുടെ ബഹിരാകാശ യാത്രികനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര സാഹസികതയുടെയും കഠിനാധ്വാനത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. 1963 ഡിസംബർ 29 ജനിച്ച വിൽമോർ തന്റെ ജീവിതം രാജ്യത്തിനും ശാസ്ത്രത്തിനും വേണ്ടി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. ടെന്നസി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ വിൽമോർ പിന്നീട് ടെന്നസി സർവകലാശാലയിൽ നിന്ന് ഏവിയേഷൻ സിസ്റ്റംസിൽ മാസ്റ്റേഴ്സ് ബിരുദവും കരസ്ഥമാക്കി. തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയിൽ ചേർന്ന അദ്ദേഹം ഓഫീസറായും പൈലറ്റായും സേവനമനുഷ്ഠിച്ചു. ഇറാഖിലെ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഡെസേർട്ട് ഷീൽഡ്, സദേൺ വാച്ച് തുടങ്ങിയ നിർണായക ദൗത്യങ്ങളിൽ പങ്കെടുത്ത വിൽമോർ 8000 മണിക്കൂറിലധികം ഫ്ലൈറ്റ് പരിചയവും 663 വിമാനവാഹിനി കപ്പലുകളിൽ ലാൻഡിംഗ് നടത്തിയ അനുഭവ സമ്പത്തും നേടി. 2000 നാസയുടെ ബഹിരാകാശ യാത്രികനാകുവാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞു. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം 2009 STS-129 സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൽ പൈലറ്റായി അദ്ദേഹം ബഹിരാകാശത്തേക്ക് പറന്നു. 2014 എക്സ്പെഡിഷൻ 41/42 ദൗത്യത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായും കമാൻഡറായും സേവനമനുഷ്ഠിച്ചു. 2024 ജൂൺ 5 സഹയാത്രിക സുനിത വില്യംസിനൊപ്പം ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി. ബഹിരാകാശ നിലയത്തിൽ എക്സ്പെഡിഷൻ 71/72 ക്രൂവിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. ലെജിയൻ ഓഫ് മെറിറ്റ്, ഡിഫൻസ് സുപ്പീരിയർ സർവീസ് മെഡൽ, നാസ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് സർവീസ് മെഡൽ, 2 നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡലുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ വിൽമോറിനെ തേടിയെത്തിയിട്ടുണ്ട്. സാഹസികതയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായ ബുച്ച് വിൽമോർ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ തന്റെ പേര് സുവർണ ലിപികളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.